അത് ഇവന് മാത്രമേ കേട്ടുള്ളൂ, വേറെ ആരും ഒന്നും കേട്ടില്ല. കാറ്റ് പോലും ഇല്ലല്ലോ, കടകളില്ല. നാളെ നമുക്ക് മറ്റേ ആരേക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയി മറ്റേ ഉദയപ്പാൻ്റെ പുറയിലത്തെ മറ്റേ പാടയില്ല, വലമ്പഴി കറങ്ങി നേരെ ജാമ്യൻ ഗ്രൗണ്ടിൻ്റെ വഴി വ്യൂറേൻ്റെ വഴി കറങ്ങി വരാം. വേറെ വഴി എല്ലാ ദിവസവും ഈ വഴി പോയാൽ ശരിയായ അത് തന്നെ എപ്പോഴുള്ള ഗ്രൗണ്ട് ചാമ്പ്യൻസ് ഗ്രൗണ്ടിൻ്റെ അവിടെ പണ്ട് തന്നെ ഇതായിരുന്നല്ലോ, പണ്ട് സ്ഥിരം കളി. ഇത് രാവിലെ പള്ളിപ്പുറം ടീം മറ്റേ സോണി പള്ളിപ്പുറം ആഷസ് രാവിലെ വിളിച്ചിറങ്ങി നേരെ കളി കാണാൻ പോയേക്ക്. എന്നാ കളിയായിരുന്നു. അല്ലല്ല, ഞാൻ ആദ്യമായിട്ട് മറ്റേ പരിപാടി പള്ളി എങ്ങനത്തെ മറ്റേ രാത്രിയിലൊക്കെ മറ്റേ ട്യൂബ് ലൈറ്റ് തെളിച്ചിട്ടുള്ള പരിപാടിയാണ്. പിന്നെ സംസ്കൃതം സ്കൂളിൽ ഭയങ്കര കളിയായിരുന്നു. നേരെ അതിന്റെ പുറകിരുന്ന് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് മറ്റേ ഗ്രാവിലും സാമാന്യമായിട്ട് തെന്നി ഒരു ഇതില്ലേ, കളിയുടെ പണ്ട് എല്ലായിടത്തും മാച്ച് കളിക്കാൻ പോകും. അതിട്ട് പുറത്തുനിന്ന് ആളെ ഇറങ്ങും. അജീഷിന്റെ കൂട്ടുകാരൻ ചാമ്പ്യൻസിന്റെ അടുത്ത് ജിനോനെ കളിക്കാനാണ് വന്നത്. ഞാനും ശിജീഷും കൂടി കുളിച്ച് രാവിലെ ഇതവിടെ ചെന്നപ്പം അജീഷിന്റെ വീട്ടിൽ ഒരു പപ്പരക്കായ ചോറ് തിന്നിട്ട് രാവിലെ കളിക്കാരനെ വിളിച്ചിട്ട് വന്നതാണ്. രാവിലെ കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് പപ്പരക്കായ ചോറ്. എന്നിട്ട് അതിനെ കൊണ്ടുപോയി കളിച്ച് ഫസ്റ്റ് ബോൾ തന്നെ ഡെക്ക് പോയി. ഞങ്ങളിവിടെ കളിക്കാൻ ജിതിനെ വിളിച്ചിരുന്നില്ല. ഞങ്ങൾ 50 പൈസയുടെ മാച്ചിന് ഞങ്ങള് പുറത്തുനിന്ന് ആളെ ഇറക്കണേ ജിതിനെ. അല്ലടാ ഈ ഊരാളിശ്ശേരിയിലെ അവര് ആദ്യം നമുക്ക് 1 രൂപയ്ക്ക് ഷോ മാച്ച് കളിക്കാം. അല്ല കളിക്കാൻ വിളിച്ചിട്ട് 10 രൂപ കൊടുക്കണം. അല്ല ഫസ്റ്റ് കളി തോന്നിട്ട് ഷോ മാച്ചാന്ന് പറയും ആദ്യം. പിന്നെ ഞങ്ങള് സ്ഥിരം ഇവിടെ വന്ന് കളിച്ചിട്ട് തോറ്റു വന്നിടത്ത് പൈസ പോയി 5 രൂപ പോയെന്നൊക്കെ പറഞ്ഞ് വിജീഷ് തപ്പണം അവിടെ. പിന്നെ എല്ലാരും അവരും കുഴപ്പമില്ല, നാളെ തന്നെ അവധിയത്. ഇനി ചക്രമാനം സജീവില്ലേ, കൊടുക്കാനുള്ള 1 രൂപ കൊടുക്കണം വീട്ടിൽ വന്ന് ബാറ്റ് എടുത്തോണ്ട് സത്യം പറ വീട്ടിൽ വന്ന് ബാറ്റ് എടുത്തിട്ട് ഇവിടെ മാച്ചും കളിച്ച് തോക്കുകയും ചെയ്ത് അവരുടെ ബോളും അതിൽ അടിച്ചിട്ട് കൈരള രതീഷ്.